PMC വിവാദത്തിൽ SCP പുറത്താക്കിയോ? SCPയുടെ കടുത്ത എതിർപ്പിനെ വകവയ്ക്കാതെ PMC പദ്ധതിയിൽ മന്ത്രി ശിവൻകുട്ടി ഒപ്പുവെച്ചു. അത് ഒരു ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. LDFന്റെ ഏറ്റവും വലിയ ഒരു ഘടകകക്ഷിയാണ് CPI. അവരോടും കൂടി ആലോചിച്ചു വേണം ഇത് ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് ഒരു കൂട്ടു കക്ഷി മന്ത്രിസഭയുടെ ന്യായം. അപ്പൊ PMC വിഭാഗത്തിൽ UDFന്റെ പ്രതിഷേധം നമ്മൾ വഹിക്കേണ്ട. UDFും പ്രതിഷേധത്തിന് ഇറങ്ങിയാണ്. LDFന്റെ ഘടകകക്ഷിയായ CPIയുടെ AOFI അവരുടെ യൂത്ത് സംഘടനകളെല്ലാം പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. അപ്പൊ ഇതിൽ ഒപ്പുവെച്ചാൽ 50 കോടി രൂപ പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന് തരും എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായി നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പറഞ്ഞത് 500 കോടിയല്ല 1000 കോടി കിട്ടിയാലും ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കില്ല. RSSന്റെ രാഷ്ട്രീയ നയങ്ങളോട് യോജിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ പദ്ധതി നമ്മുടെ എല്ലാവിധ ഇന്ത്യയുടെ മുൻകാല ചരിത്രങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. അപ്പൊ ഈ PMC നയത്തിൽ ഒപ്പുവെക്കാൻ പറ്റില്ല എന്നാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. കേരളത്തിൽ ഇതിൽ ഒപ്പുവെച്ചതിൽ CPI ഭയങ്കര അമർഷത്തിലാണ്. CPIയുടെ മുൻ മന്ത്രിയും തൃശൂർ ജില്ലയിലെ നേതാവുമായ ശ്രീ സുനിൽ കുമാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് യാതൊരു പേടിയുമില്ല. നാളെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും എന്നാണ് സുനിൽ കുമാർ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബിനോയ് വിശ്വം മറുപടിയൊന്നും നൽകിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല, ഞങ്ങൾ നാളെ ഞങ്ങളുടെ നിലപാട് മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ CPI പുറത്തേക്കോ എന്നൊരു ചോദ്യമാണ് വരുന്നത്. UDFന്റെ നയത്തിനോട് നമുക്കാർക്കും യോജിപ്പില്ല. LDFിൽ നിന്നുകൊണ്ട് CPI പറയുന്നതിൽ അല്പം ന്യായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. LDFിൽ നിന്ന് CPI പുറത്തേക്കാണോ അകത്തുണ്ടാവുമോ എന്ന് കുറെ കാലമായി LDFിൽ CPM-ഉം CPI-യും ഒരു സൗന്ദര്യപ്പടക്കം അസ്വാരസ്യം എന്ന് തന്നെ പറയാം ഉണ്ടായി തുടങ്ങിയിട്ട്. അന്നൊന്നും ഇല്ലാത്ത മാതിരി കടുത്ത ഒരു വിമർശനമാണ് സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഒന്നും പറയാൻ ഭയമൊന്നുമില്ല, ഞങ്ങൾ നാളെ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും, വിനവിശ്വം പ്രതികരിക്കും, അവരുടെ സമരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ലീഡ് ന്യൂസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഏത് വിളിക്കാൻ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ 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 ബൈ. ഏത് വിളിക്കാൻ